നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അല്ല ചെയ്യണത് കേട്ടോ, നിങ്ങൾ ശരിക്കും ഞങ്ങളുടെ തീർക്കണത് ശരിയല്ലോ. ഞങ്ങൾ ഇത്ര നാളായിട്ട് ഇവിടെ എല്ലാവരും ഇവിടെ ആൾക്കാരാണ്. നിങ്ങളെക്കാളും കൂടുതൽ താമസിച്ച ആൾക്കാരാണ് ഞങ്ങളിവിടെ. അതിനെന്താന്നോ അല്ല തെറ്റുന്നില്ല. ആദ്യം തന്നെ വിളിക്കുക, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള വീഡിയോ പിന്നെ ആരോട് സംസാരിക്കണം? 15 പറയുമ്പോ പൈസ തന്നിട്ടുണ്ട് എല്ലാം സംസാരിക്കണം. മാം പറയേ മാവിന്റെ ഉള്ളിൽ. കൊച്ചി കോർപ്പറേഷനിലെ ഒരു വനിതാ കൗൺസിലറാണ് സുനിത ഡിക്സൺ എന്നാണ് പേര്. കോൺഗ്രസ്സുകാരിയാണ്. അവിടെ ഹോട്ടലുകളിലൊക്കെ സ്ഥിരമായിട്ട് പണപ്പിരിവുണ്ടായിരുന്നു എന്ന് പറയുന്നു. അത്തരം ഒരു സംഗതി അവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ എതിർക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോൾ അവർ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് വരുത്തുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം തുടർന്ന് അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു അവർ സാധാരണ ഈ ചുരുളി സിനിമയിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറിവാചകം, ഒരുപക്ഷെ അതൊരു തെറിയാണ് എന്ന് പോലും സംശയമുണ്ട്. കാരണം കോടതി പോലും ആ ചുരുളി സിനിമയിൽ കുഴപ്പമില്ല എന്ന രീതിയിൽ അതിന് പ്രദർശന അനുമതി നൽകിയതാണ്. എന്തായാലും അത്തരം ഒരു വാക്ക് വിളിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യുന്ന ഒരു ദൃശ്യമാണ് അവിടെ കണ്ടത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കാം അത്. പക്ഷേ ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം, ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു വാക്ക് ഉപയോഗിക്കുന്നതും ജനങ്ങൾക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്നതും ശരിയാണോ എന്നതാണ് ഇവിടെ. അതും കോൺഗ്രസിൻ്റെ ഒരു വനിതാ കൗൺസിലറാണ്. ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല, ഇത് തുല്യതയുടെ കാലമാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആണായാലും പെണ്ണായാലും ഇതുപോലുള്ള ചീത്തയൊക്കെ വിളിക്കാം എന്നാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ കാണുകയും നിങ്ങളെയൊക്കെ അവർ വിലയിരുത്തുകയും ചെയ്യും എന്ന് ഓർത്താൽ നന്നായിരിക്കും. ഹോട്ടൽ ജീവനക്കാർ ആരോപിക്കുന്ന പോലെ അത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പണപ്പിരിവിൻ്റെ ഇടയിലാണ് ഇത്തരം ചില കലാപരിപാടികൾ അരങ്ങേറുന്നതെങ്കിൽ പിന്നെ നമ്മളും മറ്റ് ചില സംസ്ഥാനങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ജനപ്രതിനിധി തന്നെ ഇതേപോലെ പണപ്പിരിവിനിറങ്ങുകയും ജനങ്ങൾ അത് ചോദ്യം ചെയ്യുകയും ഒടുവിൽ അവരുടെ നേരെ തെറിവാചകം വിളിച്ചുകൊണ്ട് തല്ലുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. കൃത്യമായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴറിയാം അവർ ചീത്ത വിളിക്കുന്നുണ്ട്, തല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഏത് ലോകത്താണ്, ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും എല്ലാ ജനപ്രതിനിധി, അത് പഞ്ചായത്ത് തലം തൊട്ട് മേലോട്ടുള്ള എല്ലാവരും അതിൽ ബോധവാന്മാരായിരിക്കണം. തീർച്ചയായിട്ടും പൊതുവിടത്തിൽ, പൊതുസമൂഹത്തിൻ്റെ അടുക്കൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിന് നിങ്ങൾ തന്നെ ഒരു മാതൃക കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും താഴെയുള്ളവരും കാണിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ രീതിയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത കാലത്തെങ്ങും നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുമെന്നോ, ഈ മുൻപൊക്കെ അവകാശപ്പെട്ടിരുന്ന പോലെ പ്രബുദ്ധ നവോത്ഥാന കേരളത്തിലേക്കൊക്കെ മടങ്ങിപ്പോകാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഇനി ഇതൊന്നും തിരുത്താൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ശൈലിയെങ്കിൽ മുന്നോട്ട് പോവുക. ജനങ്ങളുടെ ആ ക്ഷമയ്ക്കും എന്ന സഹിഷ്ണുതയ്ക്കും എല്ലാത്തിനും ഒരു അതിർവരമ്പുണ്ട്, ഒരു പരിധിയുണ്ട് എന്ന് എല്ലാ ജനപ്രതിനിധികളും ഓർത്താൽ നന്നായിരിക്കും.